സുപ്രീം കോടതി അഭിഭാഷകയും ആക്ടിവിസ്റ്റുമായിട്ടുള്ള അഡ്വക്കേറ്റ് ബബില ഉമർ ഖാനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ബബില, നമ്മൾ മുമ്പും ഒരുപാട് പരാതികൾ കേട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പരാതികളെല്ലാം തന്നെ വേടനെതിരെ തന്നെ മീറ്റു ആരോപണം ഇതിനു മുൻപുണ്ടായിരുന്നു. അതിനുശേഷം മറ്റ് പോലീസ് കേസുകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ അതിനുശേഷമാണ് ഇപ്പോൾ ഒരു പരാതി ഉയർന്നിട്ടുള്ളത്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ഒപ്പം തന്നെ പലയിടത്തും ചർച്ചകളും ഉയർന്നു കഴിഞ്ഞു. ഈ ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പരാതി റെലവൻ്റ് ആണോ, ഈ പരാതി നിയമപരമായി നിലനിൽക്കുമോ എന്നുള്ളതാണ്. ഇത്തരം കേസുകൾ ഒരുപാട് കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള രൂപത്തിൽ കൂടെ എങ്ങനെയാണ് ഈ കേസിനെ നോക്കിക്കാണുന്നത്? ഈ കേസ് ശരിക്കും റേപ്പിൻ്റെ മുകളിലാണ് വന്നത് എന്നുള്ളതാണ് വായിച്ചപ്പോൾ മനസ്സിലായത്. പൊതു ബോധത്തോടു കൂടി നമ്മൾ ഈ കേസിനെ നോക്കുമ്പോൾ ശരിയാണ്, റേപ്പാണ്. പക്ഷേ റേപ്പ് നിൽക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കാര്യം. അറിയാലോ, കൺസെൻറ്റ്, പ്രോമിസ്, ഈ രണ്ട് സാധനമേ നിൽക്കുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. റേപ്പ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് അമെൻമെൻറ്റ് 2013 അമെൻമെൻറ്റ് ആക്ട് പ്രകാരം പറഞ്ഞിട്ടുണ്ട്. ഒരു ക്രിമിനൽ അമെൻമെൻറ്റ് ആക്ട് നമുക്ക് നിർഭയയ്ക്ക് ശേഷം ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. സെക്ഷൻ 19 കുറിച്ച് പറയുന്നുണ്ട്. സെക്ഷൻ 114, അതായത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം എവിഡൻസ് എങ്ങനെ കൊടുക്കണം റേപ്പിന് വേണ്ടിയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. ആ റേപ്പിനുള്ള എവിഡൻസ് പ്രകാരം ഇത് നിലനിൽക്കോ എന്നുള്ളതാണ്. നമുക്കറിയാം, ക്ലൂ എന്ന് പറയുന്ന ഒരു സംഘടനയെ കുറിച്ചിട്ട് അറിയാലോ. ആ ക്ലൂ എന്ന് പറയുന്ന സംഘടനയാണ് ഫോറൻസിക് നോക്കുന്നത്, കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് പരിശോധിച്ചതിന് ശേഷം അറിയാലോ, സെമൻ വേണം, പെനിട്രേഷൻ എത്ര വേണം എന്നുള്ള അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ്. മെഡിക്കൽ എക്സാമിനേഷൻ, ഫോറൻസിക്സ് എക്സാമിനേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ ആണ് എവിഡൻസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നോക്കുന്നത്. മെറ്റീരിയൽ എവിഡൻസ് ആയാലും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആയാലും ഇതിനോടൊപ്പം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ 2021 മുതൽ 2023 വരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പരാതിയായി ഉയർന്നിട്ടുള്ളത്. നമുക്കറിയാം, അതിനുശേഷം തന്നെ ഈ തൊട്ട് മുൻപുണ്ടായിരുന്ന കേസിൻ്റെ സമയത്താണ് തൻ്റെ കാമുകിക്ക് വേണ്ടി വേടനൊരു ഗാനമൊക്കെ പുറത്തിറക്കുന്നത്. ഈ സമയത്ത് പോലും ഇത്തരം ആരോപണങ്ങളൊന്നും ഈ പെൺകുട്ടി ഉയർത്തിയിട്ടില്ല. അപ്പോൾ പൊതുസമൂഹത്തിൽ വേടനെ കൃത്യമായി തന്നെ അവമതിപ്പുണ്ടാക്കാൻ എന്നുള്ളതാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉൾപ്പെടെ വേടൻ്റെ വാദം. പണത്തിന് വേണ്ടിയും ആണ് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വാദം. ഈ കേസിൻ്റെ ഒരു മെറിറ്റ് പരിശോധിച്ചിട്ടുണ്ട്? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നമ്മൾ നടത്തിയതാണ്, നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഡോക്ടേഴ്സ് വന്നിട്ടും എന്താ പറയുക, സൈക്കാട്രിസ്റ്റ് വന്നിട്ടും ഒക്കെ ഒത്തിരി ചർച്ചകൾ നടത്തിയതാണ്. അപ്പം പെൺകുട്ടികളുടെ മാനസികാവസ്ഥ, കൺസെൻറ്റിനെ കുറിച്ചിട്ട് ഇപ്പം ഞാൻ പറയാം. യെസ് മീൻസ് യെസ്, യെസ് മീൻസ് ഓൾസോ നോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റിലേക്ക് ഒരു ഫീഡിബിൾ കൺസെപ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ വന്നിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഒരു ഡൽഹി കേസിൽ വന്നിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ആ ഒരു കൺസെപ്റ്റിൽ ഡൽഹി ഹൈക്കോർട്ടിൻ്റെ ഒരു ഇതിൽ വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാർഷ്യൽ കൺസെൻറ്റ് ഉണ്ടായേക്കാം എന്നുള്ള ഒരു ചർച്ചയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കേട്ടതാണ്, ഇവരെന്തുകൊണ്ട് വൈകുന്നു, പെൺകുട്ടികൾ കേസ് കൊടുക്കാൻ എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ള കാര്യം. ഒരു ഡോക്ടറാണ് ആ കുട്ടി. ഡോക്ടർ എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഏകദേശം ഒരു വൈറ്റ് കോളർ ആയിട്ടിരിക്കുന്ന ഒരു ജോബിലുള്ള ഒരു ആൾ വന്നിട്ട് ഇതുപോലത്തെ ആരോപണത്തിൽ വന്നിട്ട് പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു അവസ്ഥ ഉണ്ട് എന്നുള്ളത് നമുക്ക് തോന്നുന്നില്ല. ഇനി പെൺകുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇത് വൈകുന്നു എന്നുള്ളത് പറയുകയാണെങ്കിൽ അവർക്ക് ഒരു ഫ്രീസ് ഉണ്ട്. ആ ഫ്രീസ് ടൈം എന്ന് പറയുന്ന ഒരു ടൈം, ഒരു ആക്സലറേഷൻ ടൈം അവർക്ക് എടുക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന റേപ്പുകളിൽ ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന ഇതേ ചോദ്യം ചോദിക്കുന്ന റേപ്പുകളിൽ നിങ്ങൾക്കറിയാം ഒരു ടൈം വരുന്നുണ്ട്. അവരുടെ ഡിപ്രഷനും കാര്യങ്ങളും അതെ, ഒരു ഉള്ള ആ ഒരു ഇതിൽ നിന്ന് ആക്സലറേഷൻ ടൈം അവരെടുക്കുന്നുണ്ട്. ആ ടൈം എന്ന് പറയുന്നത് ആരെങ്കിലും ഒന്ന് മോട്ടിവേറ്റഡ് ആക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കൊണ്ട് അവർ മോട്ടിവേറ്റഡ്. ഇപ്പം എനിക്ക് മനസ്സിലാവുന്ന മോണോലോഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലായിരിക്കും അവർ മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടാവും. മേ ബി അങ്ങനെ ഒരു ഇതിലേക്കായിരിക്കും അവർ ഓൾറെഡി ഒരാൾ വന്നിട്ട് ഇത് നടത്തുന്നുണ്ട്, അപ്പം ഞാനും കൂടി പിന്താങ്ങിയ ഈ കേസ് ഒരു സ്ട്രോങ് ആയിട്ട് ഇതാക്കാമെന്ന്. പക്ഷെ സെയിം ടൈം കേസിൻ്റെ ഒരു രീതിയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എത്ര റേപ്പ് കേസ് കൊടുത്താലും ഇപ്പം ഓരോ റേപ്പ് കേസും വരുന്നതിനനുസരിച്ച് നമ്മളുടെ റേപ്പിൽ മാത്രം, ബാക്കി എല്ലാ കേസിലും നിങ്ങൾക്കറിയാം ആൻറ്റിസിഡൻസ് ഉണ്ടോയെന്ന് നോക്കും. പക്ഷേ റേപ്പിൽ മാത്രം പെർട്ടിക്കുലർ റേപ്പിലുള്ള ഇൻവോൾവ്മെൻ്റ് ആണ് നോക്കുക. അങ്ങനെ ഒരു കാര്യം ഒരു ഡ്രോബാക്ക് തന്നെയാണ്.
ആൻറ്റിസിഡൻസ് ഉണ്ടോയെന്ന്. ഇപ്പോൾ വേടനല്ല ആരായാലും ആൻറ്റിസിഡൻസ് എല്ലാ കേസിലും നോക്കും. MDMA മുതലുള്ള എല്ലാ കേസും നിങ്ങൾ നോക്കുകയുള്ളൂ. പക്ഷേ റേപ്പിൽ മാത്രം ആ കേസിൽ അയാളുടെ ഇൻവോൾവ്മെൻറ്റേ നോക്കുള്ളൂ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഈ സാധനം ഫ്രെയിം ചെയ്യാൻ. കംപ്ലയിൻറ്റ് ഫ്രെയിം ചെയ്ത് കൊടുക്കുമ്പോൾ 154 കൊടുക്കുന്ന സമയത്ത് ആ 154 എന്ന് പറയുന്ന ഒരു സാധനത്തിനുള്ള ഇമ്പോർട്ടൻ്റ് FIR 154 എന്ന് പറയുമ്പം സെക്ഷൻ 154 IPC എന്ന് പറയുമ്പോൾ അതിന് FIR എന്നാണ് പറയേണ്ടത്. FIR എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കേസിന് എന്നുള്ളത് നമുക്കറിയാം. എവിഡൻസ്, അതായത് ട്രയൽ കഴിഞ്ഞിട്ട് ഒരു കേസ് എവിഡൻസിലോട്ട് വരുന്ന സമയത്ത് ആ എവിഡൻസ് നോക്കുന്ന സമയത്ത് ആണ് കേസ് എല്ലാം നമ്മൾ പറയുന്ന പോലെ കോടതി എന്താ ഇങ്ങനെ ചെയ്തേ, കോടതി എന്താ താളം തെറ്റുന്നത്, ഇത്രയും കാലം നമ്മൾ വിചാരിച്ചൊന്നും അല്ലല്ലോ ഇതിലുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. ആദ്യം നമ്മൾ എന്താ എഴുതി കൊടുക്കുക, പരാതി എഴുതുമ്പോൾ ഉണ്ടായ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി കൊടുക്കും. പക്ഷെ അത് തന്നെയാവണം നിയമപുസ്തകത്തിൽ കണ്ടീഷൻസ് എന്നുള്ള നിർബന്ധമില്ല. ആരും നിയമപുസ്തകം നോക്കിയിട്ടല്ലല്ലോ ഫ്രെയിം ചെയ്യുന്നത്. അപ്പം അതിലെ കണ്ടീഷൻസും ഇതിലെ കണ്ടീഷൻസും സെയിം ആയിക്കോണം എന്നില്ല. അതുകൊണ്ടാണ് ഇത് എവിഡൻസിൻ്റെ സെക്ഷനൊക്കെ വരുമ്പോൾ, ട്രയലിൻ്റെ സെക്ഷനൊക്കെ വരുമ്പം, ക്രോസ് എക്സാമിനേഷൻസ് ഒക്കെ വരുമ്പം ഇത് പാളിപ്പോയിട്ട് കോടതിക്ക്, അതായത് കോടതി സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ കോടതി സ്വന്തം ഇന്റർപ്രറ്റ് ചെയ്യാൻ കേട്ടിട്ട് മെറ്റീരിയൽ എവിഡൻസസും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസസ് ഒക്കെ കൊണ്ടു കൊടുത്തിട്ട് ഒരു ആൾ ഇരുന്നിട്ട് അയാൾ അത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനൊരു തീരുമാനം എടുക്കുകയാണ്. ഈ യുവതിയുടെ പരാതി നോക്കിയ സമയത്ത് ഏതൊക്കെ കാര്യങ്ങളാണ് നിൽക്കും കോടതിയിൽ, അല്ലെങ്കിൽ എത്രമാത്രം ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് തോന്നുന്നത്? പിന്നെ പ്രോമിസാണ് നിൽക്കുന്നത്. വിവാഹ വാഗ്ദാനം കൊടുത്തു. അത് ചീറ്റിങ്ങിന് ഉള്ള ഒരു സെക്ഷനോട് അനുബന്ധിച്ചിട്ടുള്ള പണിഷ്മെൻറ്റ്സ് എന്താണോ അതാണ് പ്രോമിസിന് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇന്ത്യൻ നിയമപ്രകാരം. ഇപ്പം ചീറ്റിങ്ങിന് നമുക്ക് അറിയാം, ഒരാളെ ചീറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു 4 വർഷം എവിഡൻസ് ഉണ്ടെങ്കിൽ 4 വർഷം മുതൽ 7 വർഷം വരെ നമുക്ക് കിട്ടും. ഇല്ലേ 7 വർഷം മുതൽ 10 വർഷം വരെ നമുക്ക് കിട്ടും. അതിന് ഇത്ര കണ്ടീഷൻസ് ഉണ്ട്. ഈ പണിഷ്മെൻറ്റ് പറയുന്നതോട് കൂടിയിട്ട് അതിനൊരു കണ്ടീഷൻസും ഉണ്ട്. എന്തുകൊണ്ടാണ് 4 വർഷത്തേക്ക്, എന്തുകൊണ്ടാണ് 7 വർഷം, എന്തുകൊണ്ടാണ് 10 വർഷം എന്നുള്ളതിന് കണ്ടീഷൻസ് ഡിപ്പെൻസ് ഓൺ കണ്ടീഷൻസ്. ഇപ്പോൾ കണ്ടീഷൻസ് അപ്ലൈ എന്നൊക്കെ പറയുന്ന പോലെ ഡിപ്പെൻസ് ഓൺ കണ്ടീഷൻസ്. അപ്പോൾ അതിൽ പ്രോമിസ് ഒന്നുമില്ല നിൽക്കുന്നുണ്ട്. പിന്നെ കൺസെൻറ്റ് നോക്കുകയാണെങ്കിൽ റേപ്പ് നടത്തുന്നതിന് മുമ്പ് ഇവരുടെ കൺസെൻറ്റ് എടുത്തോ കാര്യങ്ങൾ എടുത്തോ എന്ന് നോക്കുകയാണെങ്കിൽ കൺസെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ അവിടെ വരുന്ന സമയത്ത് ഇവർക്ക് ഇതാക്കാം, ഇത് റേപ്പ് ഉണ്ട് എന്നുള്ളത് ഇന്നിപ്പം നമ്മൾ കാണുന്നതായിരിക്കില്ല, നാളെ കോടതി കാണുന്നത്. അപ്പം എന്തുകൊണ്ടില്ല ഈ കേസിൽ വേടൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് വന്നു എന്നുള്ളതിൻ്റെ ഉത്തരം ആണ് ഞാൻ പറയുന്നത് കേട്ടോ. എനിക്കിപ്പോൾ ആധികാരികമായിട്ട് പറയാൻ വയ്യ, കേസിലേക്ക് കിടക്കണം, അത് നമുക്ക് പറ്റൂലല്ലോ. അപ്പം നമുക്ക് ഈ കാര്യങ്ങൾ നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താണോ കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാം. അപ്പോൾ കൺസെൻ്റാണ് നമ്മൾ കാണുന്നുള്ളൂ. പിന്നെ കൺസെൻ്റ് എന്ന് പറയുന്ന അവർ വായ കൊണ്ട് പറയണം എന്നില്ല. വോളണ്ടറിലി, ഓറലി, വോക്കലി, പിന്നെ റിട്ടൺലി ഒന്നും നിങ്ങൾ കൺസെൻറ്റ് കൊടുക്കണം എന്നില്ല. പോലും വേണം എന്നില്ല, നോട്ടത്തിലൂടെ വേണം എന്നില്ല, സ്പർശത്തിലൂടെ വേണം എന്നില്ല. നമ്മൾ പോയി കെട്ടിപ്പിടിച്ചതുകൊണ്ട് ഒരാൾ നമ്മളെ റേപ്പ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഉമ്മ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു എഴുത്തുകാരീൻ്റെ കേസ് നിങ്ങൾക്കറിയാലോ. ആ എഴുത്തുകാരി കിസ് ചെയ്തു, അവരെ പിടിച്ച് റേപ്പ് ചെയ്തു. ആ കേസാണല്ലോ ഡൽഹി ഹൈക്കോടതിയിൽ വന്നത്. ആ കേസ് പ്രകാരമാണല്ലോ ഫീബിൽ കൺസെൻറ്റ് എന്താണെന്നുള്ളത് പറയുന്നത്. അപ്പോൾ ആ ഒരു കിസ് നടത്തിയത് കൊണ്ട് അല്ലെങ്കിൽ ഒരു കിസ് കൊടുത്തത് കൊണ്ട് കൺസെൻറ്റ് ഉണ്ടാവുമോ എന്നുള്ളതാണ് അവിടെ നോക്കിയത്. അവിടെ പോലും കോടതി എന്താ പറയുന്നത്, ഇരയ്ക്കൊപ്പമാണ് കോടതി നിന്നത്. സോ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ഇവിടെ കൺസെൻറ്റ് എന്ന് പറയുന്നത് എടുക്കണ്ട. ഈ വൈകുന്ന കാര്യം വലിയ കാര്യമായിട്ടും കോടതി പരിഗണിക്കണമെന്നുമില്ല, പരാതി നൽകാൻ തീരെ കാര്യമായിട്ട് പരിഗണിക്കണം എന്നില്ല. കാരണം ലിമിറ്റേഷൻസ് ഇല്ല ക്രിമിനൽ ലോയ്ക്ക്. പ്രത്യേകിച്ച് ചില കേസുകൾക്ക് പ്രത്യേകിച്ചുമില്ല. റേപ്പ്, മർഡർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഗ്രീവിയസ് ഒഫൻസസ് ആയിട്ടുള്ള ഒഫൻസുകൾക്കില്ല. പിന്നെ ഉണ്ട് എങ്ങനെയുള്ള കേസുകൾക്ക് നമുക്കറിയാം. NI ആക്ട് പ്രകാരമുള്ള കേസുകൾക്ക് ചെക്ക്, നമ്മൾ മുദ്രപത്രം എഴുതുന്നത്, അതൊക്കെ നിങ്ങൾ കൊടുക്കുന്ന 138 കീഴിലാണ്. 138 NI ആക്ടിൻ്റെ 138 പ്രകാരം അത് കൊടുക്കുമ്പോൾ നമുക്കറിയാം അതിൽ ലിമിറ്റേഷൻ ഉണ്ടല്ലോ. 3 വർഷത്തേക്ക് ഇതാക്കി കഴിഞ്ഞാൽ മുദ്രപത്രം തീർന്നില്ലേ, പിന്നെ വേറെ മുദ്രപത്രം വേണ്ടേ?
ചെക്കും അതുപോലെയല്ലേ എന്നൊക്കെ ചോദിക്കില്ലേ. 3 months to 3 year ആണല്ലോ പറയുന്നത്. അപ്പോൾ ക്രിമിനൽ കേസിൽ എന്തുകൊണ്ടാണ് അവിടെ ലിമിറ്റേഷൻ വരുന്നത്? അപ്പോൾ ക്രിമിനൽ കേസിൽ ചില കേസുകളിൽ ലിമിറ്റേഷൻ ഉണ്ട്, ചില കേസുകളിൽ ഇല്ല. പക്ഷേ സിവിൽ കേസിനോട് അനുബന്ധിച്ചിട്ടുള്ള കേസുകളിലാണ് ക്രിമിനൽ കേസിൽ എപ്പോഴും ലിമിറ്റേഷൻസ് വരുന്നത്. സിവിൽ നേച്ചറിലേക്ക് മാറാം, ഇല്ലെങ്കിൽ ക്രിമിനൽ നേച്ചറിലേക്ക് ഉണ്ട് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു സാധനം എന്ന് വെച്ചാൽ എപ്പോഴും ക്രൈം എന്ന് പറയുന്നത് എണ്ണപ്പെടുന്നത്, ക്രൈമിൻ്റെ ടൈമില്ലേ, ക്ലോക്ക്, ക്രൈം ക്ലോക്ക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എപ്പോൾ മുതലാണ് ഒരു ക്രൈം ഒക്യൂർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ട് FIR നോക്കുമ്പം കോസ് ടൈം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അവിടെ. എപ്പോഴാണ് കോസ് ഓഫ് ആക്ഷൻ ഉണ്ടാകുന്ന ആ ടൈമുണ്ട്, എപ്പോഴാണ് ഇത് നടന്നത് എന്നുള്ളത്. അപ്പോൾ അതിനൊരു ക്ലോക്ക് ഉണ്ട്. അപ്പോൾ ഈ കോസ് ക്ലോക്ക് അല്ലെങ്കിൽ ഈ ക്രൈം ക്ലോക്ക് എന്ന് പറയുന്ന സാധനം എപ്പോഴാണ് അടിച്ചു തുടങ്ങുന്നത്? ചില കേസുകൾക്ക് ഒക്യൂർ ആവുന്നതിൻ്റെ ശേഷമാണ്. അല്ല, ഒക്യൂർ ആയി കഴിഞ്ഞാൽ മാത്രമാണ്. അതിൻ്റെ മുന്നേ പോലീസ് ഇടപെടില്ല. അപ്പോൾ ക്രൈമുകളിൽ മിക്കവാറും നമ്മളെന്താ പറയുക, അടിച്ചു കൊന്നതിന് ശേഷമാണോ പോലീസ് കേസ് എടുക്കുള്ളൂ എന്ന് ചോദിക്കാറില്ലേ നമ്മൾ പരാതി കൊണ്ട് കൊടുക്കുന്ന സമയത്ത്? അതെന്തുകൊണ്ടാണ് നമുക്ക് ചോദിക്കേണ്ടി വരുന്നത്? അവിടെ ക്രൈം ഒക്യൂർ ചെയ്താൽ മാത്രമേ അവർക്ക് വന്നിട്ട് നടപടിയെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ചില കേസുകൾക്ക്, റേപ്പ് പോലെയുള്ള, മർഡർ പോലെയുള്ള കേസുകൾക്ക് നമ്മൾ ആൻറ്റിസിഡൻസ് പറയുന്നതിന് കൂടെ പറയുന്ന ഒരു സാധനമാണ് ക്രൈം ക്ലോക്ക് ഒക്യൂഴ്സ് ഇൻ ചൈൽഡ്ഹുഡ് ഓൾസോ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ കണ്ടതാണ് പാലക്കാട് ഉണ്ടായ, അട്ടപ്പാടി ഉണ്ടായ മരണങ്ങൾ, കൊച്ചുകുട്ടികളുടെ മരണങ്ങളില്ലേ, അത് നടത്തിയ ഒരാളില്ലേ, അയാളിലേക്ക് തിരിയുമ്പോൾ ചൈൽഡ്ഹുഡ് മുതൽ ആ കുട്ടീനെ എങ്ങനെ. അപ്പം ആ ചൈൽഡ്ഹുഡിൽ നമുക്ക് ചിലപ്പോൾ അയാൾ തൊടുന്നതൊന്നും നമുക്ക് മനസ്സിലായിക്കോണമെന്നില്ല. അതെ, ക്രൈം പിന്നീടായിരിക്കും. അവർ 20 വയസ്സാവുമ്പോഴാണ് ചിലപ്പോൾ അവർക്ക് തോന്നുന്നത് ഇയാൾ എന്നെ റേപ്പ് ചെയ്തതാണെന്നില്ല. ആ ലിമിറ്റേഷൻ ഉണ്ടല്ലോ, അത് ലിമിറ്റേഷൻ വരുന്നില്ലല്ലോ, അപ്പോൾ പരിഗണിക്കില്ല. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ എന്തായാലും നിയമ വിദ്യാർത്ഥികൾക്കും ഒപ്പം തന്നെ ഇത്തരം കേസുകൾ ഒക്കെ തന്നെ ഉറ്റുനോക്കുന്നവർക്കൊക്കെ തന്നെ ഒരു ഗൗരവമേറിയ വിഷയം തന്നെയായിട്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അതെ അതെ. എന്തായാലും ഇത്രയും നേരം സഹകരിച്ചതിലും ഇത്രയും നിയമകാര്യങ്ങൾ സംസാരിച്ചതിലും സന്തോഷം. എനിക്കും വളരെ സന്തോഷം.